happy bastard shines like gold. A click away, a smile begins. നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയെക്കുറിച്ച് എപ്പോഴെങ്കിലും ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട വെണ്ടർമാരെ, ഡിസ്ട്രിബ്യൂട്ടർമാരെ, ബിസിനസ് ഉടമകളെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. കാരണം ബിസിനസ്സിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഠിനമായ സത്യമുണ്ട്, അല്ലേ? ശരിയാണ്. ചില ദിവസങ്ങളിൽ ബിസിനസ് നമുക്ക് ലാഭം മാത്രമല്ല തരുന്നത്, വേദന കൂടിയാണ്. ഇത് നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലേ? ചില ദിവസങ്ങളിൽ നമ്മൾ ശരിക്കും തളർന്നു പോകും. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളുമായി എത്രത്തോളം ചേർന്ന് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇങ്ങോട്ട് നോക്കൂ. പേയ്മെന്റുകൾ വൈകുന്നത്, ഓർഡറുകൾ ക്യാൻസൽ ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച കസ്റ്റമേഴ്സ് വേറെ ബ്രാൻഡുകളിലേക്ക് പോകുന്നത്, പിന്നെ നെഗറ്റീവ് കമന്റ്സ്, മാർക്കറ്റിലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലെഡ്ജർ ബുക്കുകളിലും സ്റ്റോക്ക് റൂമുകളിലും നമ്മൾ നേരിട്ട് അനുഭവിക്കുന്ന തിരിച്ചടികളാണ്. ഇതിലെ ഓരോ പോയിന്റും നിങ്ങൾക്ക് ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ മിക്ക ആളുകളും ഇത്തരം സാഹചര്യങ്ങളെ ഒരു അവസാനമായാണ് കാണുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ആ ചിന്താഗതി മാറ്റാൻ പോവുകയാണ്. ഈ വേദനകളെ ഒരു ഫുൾ സ്റ്റോപ്പായിട്ടല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമായി എങ്ങനെ കാണാമെന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വേദന എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയൊന്നുമല്ല. ശരിക്കും അത് മാർക്കറ്റ് നമുക്ക് തരുന്ന ഒരു സിഗ്നലാണ്. നിങ്ങളുടെ സിസ്റ്റത്തിലോ നിങ്ങളുടെ പ്രോസസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില ധാരണകളിലോ എന്തോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയമായി എന്നൊരു സിഗ്നൽ. എപ്പോഴും ഓർക്കുക, വേദനയും അതിനെക്കുറിച്ചുള്ള ചിന്തയും ചേരുമ്പോഴാണ് ശരിക്കുമുള്ള പുരോഗതി ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടത്. നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട്. ഒന്നുകിൽ ഈ വേദനയെ ഒരു വലിയ കഷ്ടപ്പാടായി കണ്ട് വിഷമിച്ചിരിക്കാം, അല്ലെങ്കിൽ അതിനെ നമ്മൾ വളരാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ട്യൂഷൻ ഫീസായി കാണാം, ഒരു വിലപ്പെട്ട പാഠം പഠിക്കാനുള്ള അവസരമായി. ആ തീരുമാനം അത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. ശരി, ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ടെക്നിക്, ലീഡറുടെ ഇടവേള. ഒരു പ്രതിസന്ധി വരുമ്പോൾ വെറുമൊരു ഇരയെ പോലെ കിടന്ന് ബഹളം വെക്കുന്നതിന് പകരം ഒരു ദീർഘവീക്ഷണമുള്ള നേതാവിനെ പോലെ എങ്ങനെ ചിന്തിക്കാം, നമുക്ക് നോക്കാം. ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം നോക്കി. ഒന്നാമത്തെ വഴിയിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു, പരാതി പറയുന്നു, ദേഷ്യത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. ഇത് നിങ്ങളെ ആ പ്രശ്നത്തിൽ കൂടുതൽ കുടുക്കിയിടും. പക്ഷേ ഒരു ലീഡറുടെ വഴി നോക്കൂ. ഡേറ്റ വിശകലനം ചെയ്യുന്നു, ദീർഘകാലത്തേക്ക് ചിന്തിക്കുന്നു, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതാണ് പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി. അപ്പോ എന്താണ് ഈ ഇടവേളയിൽ ചെയ്യേണ്ടത്? ഒന്നാമതായി, ദേഷ്യത്തിൽ സപ്ലൈകൾ നിർത്തരുത്. ഒരു മോശം മാസത്തിന്റെ പേരിൽ വലിയ തീരുമാനങ്ങൾ എടുക്കരുത്. പകരം നിങ്ങളുടെ കണക്ക് പുസ്തകങ്ങളും ഡാറ്റയും എടുത്ത് മുന്നിൽ വെച്ചിരിക്കുക. 6-7 ദിവസത്തെ പ്രതിസന്ധി നോക്കാതെ 6-7 മാസത്തെ ട്രെൻഡ് എന്താണെന്ന് നോക്കുക. എന്നിട്ട് ഒരൊറ്റ ചോദ്യം സ്വയം ചോദിക്കുക: ഈ സംഭവം എന്റെ ബിസിനസ്സിനെ എന്താണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഓക്കെ, ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. PRDI ഗ്രോത്ത് ഫോർമുല. എന്താണിത്? ഏത് പ്രശ്നത്തെയും നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റാൻ സഹായിക്കുന്ന വളരെ സിമ്പിളായ 5 സ്റ്റെപ്പുകളുള്ള ഒരു സിസ്റ്റമാണിത്. ഇതാണ് ആ 5 സ്റ്റെപ്പുകൾ. P എന്നാൽ പെയിൻ, അതായത് വേദന. R റൂട്ട് കോസ്, മൂലകാരണം. D ഡിസിഷൻ, തീരുമാനം. A എന്നാൽ ആൽഗരിതം, അതായത് ഒരു പുതിയ നിയമം. അവസാനം I ഇൻസ്റ്റലേഷൻ, അത് നടപ്പിലാക്കൽ. ഏതൊരു ബിസിനസ് തിരിച്ചടിയിൽ നിന്നും കൃത്യമായി പഠിക്കാൻ സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റാണിത്. നമുക്കിതൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. സങ്കൽപ്പിക്കുക, ഈ ക്വാർട്ടറിൽ നിങ്ങളുടെ 3 റീറ്റെയിലർമാർ പേയ്മെന്റ് തന്നില്ല. അതാണ് നിങ്ങളുടെ പെയിൻ അഥവാ വേദന. ഇനി നമ്മൾ പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ്, മൂലകാരണം അഥവാ റൂട്ട് കോസ്. എന്തുകൊണ്ടിത് സംഭവിച്ചുവെന്ന് സ്വയം ചോദിക്കുക. നമുക്ക് വ്യക്തമായൊരു ക്രെഡിറ്റ് പോളിസി ഇല്ലാത്തതുകൊണ്ടാണോ, അതോ അമിതമായി വിശ്വസിച്ചതുകൊണ്ടാണോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഡിസിഷൻ. ക്രെഡിറ്റ് കൊടുക്കാനുള്ള നിങ്ങളുടെ പഴയ തീരുമാനത്തെ പുനർപരിശോധിക്കുക. എന്തിനാണ് നമ്മൾ അങ്ങനൊരു തീരുമാനമെടുത്തത്? ഇനി നാലാമത്തെ സ്റ്റെപ്പ്, A ഫോർ ആൽഗോരിതം. ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ലക്ഷ്യം ഇത്രയുള്ളൂ: നമ്മൾ പഠിച്ച ഈ പാഠത്തെ ഭാവിയിലേക്ക് വേണ്ടി നമ്മുടെ ബിസിനസ്സിനായി ഒരു സിമ്പിൾ റൂളാക്കി മാറ്റുക, ഒരു പുതിയ നിയമം. അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും? ചില ഉദാഹരണങ്ങൾ നോക്കാം. പുതിയതായി വരുന്ന ഒരു റീറ്റെയിലർക്കും ആദ്യത്തെ 3 മാസം ക്യാഷ് ആൻഡ് ക്യാരി ബിസിനസ് ചെയ്യാതെ ക്രെഡിറ്റ് കൊടുക്കില്ല. ഇതൊരു നിയമമാണ്. അല്ലെങ്കിൽ ഒരു ക്ലയന്റ് 2 തവണ പേയ്മെന്റ് വൈകിപ്പിച്ചാൽ അടുത്ത തവണ മുതൽ പാർട്ട് പേയ്മെന്റ് വാങ്ങിയ ശേഷമേ സപ്ലൈ ചെയ്യൂ. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന പുതിയ ആൽഗോരിതങ്ങൾ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ വേദനയെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുകയാണ്. അതാണ് ഈ PRDI ഫോർമുലയുടെ ആത്യന്തികമായ ഫലം. ശരി, ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. നിങ്ങളുടെ പുതിയ വെണ്ടർ മനോഭാവം. ഇത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് നൽകുന്ന 3 വാഗ്ദാനങ്ങളായി കാണണം. ഈ 3 കാര്യങ്ങൾ ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ അടിസ്ഥാന തത്വങ്ങളാകട്ടെ. 1. എന്റെ ബിസിനസ്സിൽ വരുന്ന ഒരു വേദനയും ഞാൻ വെറുതെ പാഴാക്കി കളയില്ല.
2. ഞാൻ പെട്ടെന്ന് പ്രതികരിക്കില്ല, പകരം ആഴത്തിൽ ചിന്തിക്കും. 3. ഓരോ പ്രതിസന്ധിയും എന്റെ ബിസിനസ്സിൽ കുറഞ്ഞത് ഒരു പുതിയ നിയമമെങ്കിലും ഉണ്ടാക്കിയിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ ഗോഡൌൺ ചെറുതായിരിക്കാം, നിങ്ങളുടെ കൂടെയുള്ള ടീമോ ചെറുതായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ചിന്ത വലുതായാൽ ബാക്കിയെല്ലാം അതിന്റെ പിന്നാലെ വന്നോളും. വലുപ്പം വേണ്ടത് ചിന്തയ്ക്കാണ്. അവസാനമായി ഒരു ചോദ്യം. ഇനി നിങ്ങളുടെ ബിസിനസ്സിൽ വരുന്ന അടുത്ത തിരിച്ചടി ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കില്ലെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് ഇനി ഒരു വേദന വരുമ്പോൾ ഇങ്ങനെ പറയുക: ഈ വേദന എന്റെ പൂർണ്ണ വിരാമമല്ല, ഇതൊരു കോമ മാത്രമാണ്. എന്റെ കഥ ഇനിയും തുടരും. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ടു പോകാം.